സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള കൊള്ളയാണ് കല്യാൺ ജ്വല്ലറിക്ക് നേരെയുണ്ടായത്. തൃശൂരിൽ കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഷോറൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളയടിച്ചത്. തൃശൂരിൽ നിന്നും കാറിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. എന്നാൽ ഈ വൻ കൊള്ളയടിക്ക് പിന്നിൽ ഹൈവേ കൊള്ളക്കാരൻ കോടാലി ശ്രീധരനും സംഘവും എന്നാണ് പുറത്തുവരുന്ന സൂചന. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11:30 കോയമ്പത്തൂരിനും വാളയാറിനും മധ്യേ ചാവടിയിലായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി പോയ കാറിനെ ചാവടി പെട്രോൾ പമ്പിന് സമീപം തടഞ്ഞു നിർത്തി ഡ്രൈവർ അർജുൻ, ഒപ്പമുണ്ടായിരുന്ന വിൽഫ്രഡ് എന്നിവരെ വലിച്ചു താഴെയിട്ട ശേഷമായിരുന്നു കവർച്ച. കോടാലി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് സൂചന കിട്ടിയതോടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊള്ളസംഘത്തിലുണ്ടായിരുന്ന കോടാലി ശ്രീധരന്റെ ഉറ്റ അനുയായി മലപ്പുറം വള്ളാമ്പുറം സ്വദേശിക്കായി കോയമ്പത്തൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേരളത്തിൽ തിരച്ചിൽ തുടങ്ങി. വാളയാറിലെ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കൊള്ളസംഘത്തെക്കുറിച്ച് സൂചന കിട്ടി. കുഴൽപ്പണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് പണം തട്ടിയെടുക്കുന്ന സംഘമാണ് കോടാലി ശ്രീധരന്റെ കൊള്ളസംഘം. ശ്രീധരന്റെ സംഘത്തിൽപ്പെട്ട മലപ്പുറം സ്വദേശി ഷംസുദ്ദീൻ എന്ന നാണിയെ CCTV ദൃശ്യങ്ങൾ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഹവാല സംഘങ്ങളെ കാണിച്ചാണ് ഷംസുദ്ദീനെ തിരിച്ചറിഞ്ഞത്. കാറിന് പിന്നിൽ ചാവടിയിലെ പെട്രോൾ പമ്പിന് സമീപം അക്രമി സംഘത്തിന്റെ കാർ ഇടിച്ചു കയറ്റി. ഇത് ചോദ്യം ചെയ്യാൻ കാർ നിർത്തി അർജുൻ പുറത്തിറങ്ങി. ഈ സമയം കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് മറ്റൊരു കാർ പാഞ്ഞെത്തി. 2 കാറുകളിൽ നിന്നുമായി പുറത്തിറങ്ങിയവർ സ്വർണവുമായി വന്ന കാറിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർത്തു. എതിർക്കാൻ ശ്രമിച്ച അർജുനെയും വിൽഫ്രഡിനെയും മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച ശേഷം കാറും സ്വർണവുമായി കോയമ്പത്തൂർ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയെങ്കിലും അക്രമി സംഘം രക്ഷപ്പെട്ടിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരെയും ചാവടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 9 പേരാണ് കാറിലുണ്ടായിരുന്നതെന്നും ഇവരിൽ ചിലർ മുഖം മറച്ചിരുന്നെന്നും ഡ്രൈവർമാർ മൊഴി നൽകി. തമിഴ്നാട് മധുക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സ്വർണം വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ട കാറിലുണ്ടായിരുന്നതെന്നും ഇൻഷുറൻസ് കമ്പനിയെ നഷ്ടപരിഹാരത്തിന് സമീപിക്കുമെന്നും കല്യാൺ ജ്വല്ലേഴ്സ് അറിയിച്ചു. സംഭവത്തിൽ പാലക്കാട്, തമിഴ്നാട്ടിലെ ചാവടി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വർണം വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ട കാറിലുണ്ടായിരുന്നതെന്നും ഇൻഷുറൻസ് കമ്പനിയെ നഷ്ടപരിഹാരത്തിന് സമീപിക്കുമെന്നും കല്യാൺ ജ്വല്ലേഴ്സ് അറിയിച്ചു. സംഭവത്തിൽ പാലക്കാട്, തമിഴ്നാട്ടിലെ ചാവടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. അധികൃതർക്ക് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ടെന്നും ആഭരണങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ TS കല്യാണരാമൻ ആവശ്യപ്പെട്ടു. കൊള്ളയ്ക്ക് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയ വാഹനം കോയമ്പത്തൂരിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. സ്വർണവുമായി പോയ വാഹനം റോഡരികിൽ ഉപേക്ഷിച്ചത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്നാണ് പോലീസ് നിഗമനം. ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തിൽ നിന്ന് വിരലടയാളം ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ തമിഴ്നാട് വിട്ടിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘം വാളയാർ പ്രദേശത്ത് സജീവമായിരുന്നു. 5 അംഗ സംഘത്തെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തെങ്കിലും ഇതിന് സമാനമായ കവർച്ചക്കാരുണ്ടെന്ന് പോലീസ് പറയുന്നു. തീർത്ഥാടനത്തിനായും മറ്റാവശ്യങ്ങൾക്കായും ഈ വഴി പോകുന്ന വാഹനങ്ങൾ തടയുന്നതും വാഹനങ്ങൾ ഇടിപ്പിച്ച് കൊള്ള നടത്തുന്നതും ഈ വഴിയിൽ പതിവാണെന്നും നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.